ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമുക്കിന്ന് നമ്മളെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന ഒരു വെറൈറ്റി സാധനം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അന്നേരം വീഡിയോ കാണാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണുന്നില്ല. അന്നേരം കൂടിങ്ങി വായോ, നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോവാം. അന്നേരം എങ്ങനെയാ ഐഡിയ അല്ലേ? വാ കൂടെ വാ. അന്നേരം സുഹൃത്തുക്കളെ താണ്ട് ഈ കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിനകത്ത് നമ്മൾ 3 വെറൈറ്റി ബഡ് ചെയ്ത് വെച്ച് നോക്കിയതാണ്. അന്നേരം താണ്ട് ഇതിനകത്തൊരെണ്ണം ബഡ് പിടിച്ചിട്ടുണ്ട്, ഇതിനകത്തൊരെണ്ണം ബഡ് പിടിച്ചിട്ടുണ്ട്, ഇതിനകത്തൊരെണ്ണം പിടിച്ചിട്ടില്ലാത്തത് അങ്ങനെ പുറത്താരും അധികം കാണിക്കാറില്ല. അന്നേരം നമ്മളിത് ഉള്ള കാര്യം ഉള്ളവർക്ക് കാണിക്കുകയാണ്. അതേപോലെ തന്നെ താണ്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ 2 വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ബഡ് ചെയ്തെടുത്തേക്കുന്ന പ്ലാന്റാണ്. ഇനി നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് കണ്ടാലേ കൂടി വന്നേ. താണ്ടെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടെ ഇതൊരു വെറൈറ്റി നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് രണ്ടാമത്തെ വെറൈറ്റി പിടിപ്പിച്ചേക്കുന്നതാണ്. 3, 4, 5, 6, പിന്നെ 6, 1, 7, 8 വെറൈറ്റി. താണ്ടെ എട്ടാമത്തെ ഇടാ. ഇതിനകത്ത് ഇരിപ്പുണ്ട്. മുള പൊട്ടി വരുന്നുണ്ട്. അങ്ങനെ 8 വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് നമ്മൾ ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കണ്ടില്ലേ? ബഡ് കിളിച്ച് വരുന്നുണ്ട്. അങ്ങനെ 8 വെറൈറ്റി ഒരു ചെടിയിൽ, അതായത് ഒരു മരത്തിൽ നമ്മൾ 8 വെറൈറ്റി ഉണ്ടാക്കുന്നത് സക്സസ് ആവുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അന്നേരം ഇത് കണ്ട, ഇനി സക്സസ് റേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഉപാധിയായിട്ട് നമുക്കിതിനെ നമ്മളെ നേഴ്സറിയുടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഒന്നല്ല, രണ്ടാമത്തെ സക്സസ് റേറ്റ് കാണിക്കാൻ 2 വെറൈറ്റി ഉണ്ടെങ്കിൽ അത് ഇത് 8 എണ്ണം ഒരെണ്ണത്തിൽ അത്, പിന്നെ അവിടെ 6 വെറൈറ്റി ഒരു ചെടിയിൽ വെച്ചേക്കുന്നതുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തും ഇരിപ്പുണ്ടേ. അന്നേരം വലിയ മരത്തിൽ മാത്രമല്ല, നമുക്ക് ചെറിയ ഇത്തരത്തിലുള്ള പ്ലാന്റുകളിലും 2 വെറൈറ്റി 3 വെറൈറ്റിയൊക്കെ നിങ്ങൾക്ക് വെച്ചുണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക്, അതായത് നമുക്ക് ഒരുപാട് ഏരിയ സ്ഥലമൊന്നുമില്ല അല്ലേ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അന്നേരം അതായത് പറഞ്ഞാൽ ഒരു മരം വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് നമുക്കൊരു 10 വെറൈറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ ഇത് വെക്കുന്നത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള പരിചരണവും കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വളർത്തിയെടുക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അന്നേരം നമ്മളെ നേഴ്സറിയിൽ പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇതാണ് സ്പൈഡർ ഓർക്കിഡ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ്. ഇത് കണ്ട. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് പറ്റിപ്പോയി കേട്ടോ, സ്പൈഡറല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇതാണ് ടൈഗർ ഓർക്കിഡ്. സ്പൈഡർ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മറ്റേ ചെറിയ ഇല ഇങ്ങനെ വന്നതിന് ശേഷം 2 സൈഡിലോട്ട് നിന്ന് നിറച്ച് പൂവായിട്ട് കിടക്കുന്ന ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്പൈഡറല്ല, ടൈഗർ ഓർക്കിഡ് കേട്ടോ. ആർക്കായാലും ഒരു തെറ്റ് പറ്റാം, ക്ഷമിച്ചാരേ. ഓക്കെ, അന്നേരം ഇങ്ങോട്ട് വന്നേ. ഇതുപോലെ കമീലിയ പ്ലാന്റ്, വലിയ പ്ലാന്റ്, അതിൻ്റെ കുറച്ച് ചെറിയ തൈ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മൾട്ടി ഗ്രാഫ്റ്റഡ് ബൊഗെയിൻവില്ല നിറച്ച് ഈ മഴയത്തും പൂത്ത് നിൽക്കുന്ന നോക്കി, നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടാ. അന്നേരം അത് മൾട്ടി ഗ്രാഫ്റ്റഡ് ബൊഗെയിൻവില്ലയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് മാത്രമല്ല, ഇത് കണ്ട, ഒന്നും ചെയ്തിട്ടില്ല. ഒരെണ്ണത്തിൽ തന്നെ 3 വെറൈറ്റി. 1 മഞ്ഞ, ഇതേപോലെ വെള്ള, 3, 4 വെറൈറ്റി ഇതിനകത്തുണ്ട്. ആ ഒരു കളറ്. അന്നേരം 3, 4 വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ഒട്ടിച്ചെടുത്തേക്കുന്ന പ്ലാന്റ്. പൂത്ത് മഴയത്ത് പൂത്ത് നിൽക്കുന്നതാണ്. അതേപോലെ ഇത് കണ്ട, വലിയ തടിക്കകത്ത് വർഷങ്ങൾ പഴക്കമുള്ള റൂട്ടിനകത്ത് ഒട്ടിച്ചെടുത്തേക്കുന്ന അടുത്ത ബൊഗെയിൻവില്ലകളാണ്. അതേപോലെ തന്നെ ഇത് ഏറ്റവും വലിയ ബൊഗെയിൻവില്ല. അതായത് നോക്കി, വീണ്ടും പൂത്തുവരും. മഴയാണ്, നല്ല മഴയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നേരം വീണ്ടും പൂത്ത് വരുന്നതാണ്. നല്ല ഡാർക്ക് റെഡ് കളറ്. ഇതിനകത്ത് മൊത്തം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 1, 2, 3, പിന്നെ 4, 5, 6, 7, 8, 9, 10, 11 ബഡാണ് ഒരു മരത്തിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. 11 ബഡിനകത്ത് ഏകദേശം 6 കളറുണ്ട്. അതായത് ബാക്കിയുള്ള വെറൈറ്റികളാണ്. 6 കളറ് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വീണ്ടും പൂത്ത് തുടങ്ങിയത്. നേരത്തെ കുറച്ചാൾ മുമ്പൊക്കെ നിറച്ച് പൂത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ സമയമാണ്, ഓർക്കേണ്ട സാധനമാണ്, മഴ സമയമാണ്. ഈ മഴയത്ത് പൂത്ത് തുടങ്ങിയേക്കുന്നത് നോക്കി, നല്ല അടിപൊളിയല്ലേ. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പൂത്ത് നിൽക്കുന്ന വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്തോ. അതേപോലെ തന്നെ ഓർക്കിഡ് നോക്കി, മഴ സമയമാണ്. ഓർക്കിഡിന് എല്ലാം ഒരു ചെറിയ ഷെയ്ഡിലോട്ട് കയറ്റിയിട്ടുണ്ട്, വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് വെള്ളം ഓവറായിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓർക്കിഡ്, നിറച്ച് നമുക്കിപ്പോൾ പൂത്ത് കിടക്കുന്നതാണേ. 1 കൊലപ്പൂവ്, 2 കൊലപ്പൂവ്, 3 കൊലപ്പൂവ്, 4 കൊലപ്പൂവ്. അടുത്ത പൂക്കളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയതാ. എന്താ രസമല്ലേ, വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ കയ്യിൽ സീഡ്ലിങ്സ് വരുന്ന സമയത്ത് അറിയിക്കാം. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വേണമെങ്കിലും ചെറിയ തൈകൾ, വേരായിട്ട് വരുന്ന ചെറിയ തൈകൾ നമുക്ക് കട്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതേപോലെ നിക്കോഡിയ പ്ലാന്റ്, നിക്കോഡിയ പ്ലാന്റ് പൂത്ത് കിടക്കുന്നത്, നിറച്ച് പൂവായിട്ട് നിൽക്കുന്ന നോക്കി. 1 ലക്ഷം പൂ പിടിക്കുന്ന ചെടി ചുമ്മാ പറയുന്നതൊന്നും അല്ല. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല കാണാതെ പൂ പിടിക്കുന്ന വെറൈറ്റിയാണ് നിക്കോഡിയ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നത് ഈ പ്ലാന്റ്. അതേപോലെ നോക്കി,
നോക്കിയ തെറ്റിയാണേ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തെറ്റികളാണ്. അതേപോലെ തന്നെ അതോ ആയിരിക്കുന്ന ഗോൾഡൻ കാസ്കേഡാണ്, ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ്. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മളിപ്പോൾ പുതിയ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താണ്ടേ കൊല്ലം മുല്ല തിരക്കി കിടക്കുന്നവർക്ക് താണ്ടേ നമ്മളിപ്പോൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നേക്കുന്ന കൊല്ലം മുല്ലയാണ്. താണ്ടേ കണ്ടില്ലേ, വ്യാവസായിക അടിസ്ഥാനം ഇതെല്ലാം നമ്മൾ തൈ ഉണ്ടാക്കിയതാട്ടോ, ഇതെല്ലാം നമ്മൾ തൈയാണ്. അതിന് താണ്ടേ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ബുദ്ധമുളയുടെ തൈ. ഒരുപാട് പേര് തിരക്കിയെടുക്കുന്ന ബുദ്ധമുളയുടെ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കംബോഡിയൻ മുന്തിരിയുടെ വലിയ പ്ലാന്റ് താണ്ടെ ഒരു 500 എണ്ണത്തോളം നമുക്കിപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ താണ്ടെ ഈ സൈഡിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം മുല്ല, ഗുണ്ടുമുല്ല, പിന്നെ അതേപോലെ തന്നെ വേരിഗേറ്റഡ് നാരങ്ങ, അതേപോലെ തന്നെ മറ്റേ ഇത് മുളയുടെ വെറൈറ്റികൾ. ഇനി ഈ കാണുന്ന എല്ലാ ഓർക്കിഡുകളും മേളിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സമയം പോലെ വന്നു കഴിഞ്ഞാൽ കാണാം. എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്താണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്തോ, ധൈര്യമായിട്ട് വിളിച്ചു. ഓക്കെ, എന്നിട്ട് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ അല്ലേ? അന്നേരം ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. 1,23,000 ഫോളോവേഴ്സ് നമുക്ക് യൂട്യൂബിലായിട്ടുണ്ട്. അന്നേരം അതേപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സ്നേഹം നമുക്ക് പ്രതീക്ഷിക്കുന്നു. സമയം പോലെ വായോ. ഓക്കെ.